الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തെ സംബന്ധിച്ച് രണ്ട് തരം ചിന്താഗതികളും വീക്ഷണങ്ങളുമുള്ള ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ച സംഗതിയാണ് കഴിഞ്ഞ ആഴ്ചയിലും വിശദീകരിച്ചത്. വളരെ ഗൗരവമുള്ള ഒരു സംഗതി ആവർത്തിച്ചാവർത്തിച്ച് ഖുർആനിൽ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു വിഭാഗം ആളുകൾ റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന തരത്തിലുള്ള ആളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല ആ പറഞ്ഞത്. പടച്ചവനെ ദുന്യാവിൽ ഞങ്ങൾക്ക് തരണേ. അതായത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹാഭിലാഷങ്ങളും ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുന്യാവിൽ എന്തെല്ലാം ലഭിക്കുമെന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, സാധാരണ നിലയിൽ പല ഇടപാടുകളും മനുഷ്യന്മാരും നമ്മൾ നടത്തുന്നുണ്ട്. അധികം ആളുകളും അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുക, എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രയോജനം എന്നാണ് ചോദിക്കുക. എനിക്കെന്ത് കിട്ടും? അത് പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കൂടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി പ്രായോഗിക ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താഴേക്കടയിലുള്ള പഞ്ചായത്ത് മുതൽ ഉന്നത നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര തലങ്ങളിലുള്ള കമ്മിറ്റികൾ വരെ, പാർലമെന്റുകളും UN അസംബ്ലികളും ഉൾപ്പെടെയുള്ളവരുടെ അവിടെയൊക്കെ ഭരണം നടത്തുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതും സ്വയം അവരോധിതമായതുമായ ആൾക്കാരൊക്കെ പ്രവർത്തനം നടത്തുമ്പോൾ മുഖ്യമായും ചിന്തിക്കുന്ന എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ള, ഇതുകൊണ്ട് നമുക്കെന്താണ് ലാഭം എന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് അഴിമതി, ഏത് സഭയെടുത്താലും അഴിമതി ആരോപണങ്ങൾ. അഴിമതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ് സദാചാര വിരുദ്ധ നടപടികൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ആഗോള അടിസ്ഥാനത്തിലും ഇപ്പോൾ മുഖ്യമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജനങ്ങളുടെ ജീവൽ പ്രധാനമായ കാര്യങ്ങളല്ല. പട്ടിണിപ്പാവങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദാരിദ്ര്യം അകറ്റുന്നതിനെ സംബന്ധിച്ചോ നാട്ടിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ സംബന്ധിച്ചോ അല്ല നിയമസഭകളിലും പാർലമെന്റുകളിലും അതുപോലെ മന്ത്രിസഭകളിലൊക്കെ ചർച്ച നടന്നു. മറ്റേ മന്ത്രി ഇങ്ങനെ ചെയ്തു എന്ന് ഈ മന്ത്രി അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. പത്രക്കാർക്കും മന്ത്രിമാർക്കും നാട്ടുകാർക്കും ഒക്കെ അതൊരു കൊയ്ത്തായിരിക്കും. യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ധാർമ്മിക സദാചാര ബോധമുള്ള മനുഷ്യനെ അറപ്പിക്കുന്ന സംഗതികളാണ് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്.
പത്രം എടുത്ത് നമുക്ക് വായിക്കാൻ പറ്റില്ല. പത്രം വായിച്ചാലുള്ള ഈമാനും കൂടെ പോകുന്ന തരത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസത്തിലെ കേരളത്തിലെ പത്രം എടുത്ത് നോക്കിയാൽ മതി. ആഗോളാടിസ്ഥാനത്തിലും സംഭവം വ്യത്യസ്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിവിടെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണം നടത്തുന്ന ഈ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കോ അല്ലെങ്കിൽ നമുക്കോ ഒന്നും ഒരു പ്രയോജനമില്ലാത്ത സംഗതികളാണ്. ഒന്നുകിൽ അധാർമികതയുടെ കേസ്, അല്ലെങ്കിൽ അഴിമതിയുടെ കേസ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഗൗരവമായി ആലോചിക്കുകയോ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുന്നത് പോലെ അവനുമായി സംസാരിച്ച് തൽക്കാലം പ്രശ്നമില്ല എന്ന് വരുത്തി തീർത്തിട്ട് അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗോളാടിസ്ഥാനത്തിലും നമ്മുടെ നാട്ടിലും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന സംഗതികൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനകരമല്ലാത്ത സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചു വായിക്കുന്ന കേൾക്കുന്ന ആളുകൾ അവരുടെ ചിന്താഗതിയും ആ രീതിയിൽ തന്നെ പോകും. പക്ഷം ചേരലാണ്. ഒരു വിഭാഗം ഈ കൂട്ടത്തിൽ, ഒരു വിഭാഗം മറ്റേ കൂട്ടത്തിൽ. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോ പാർട്ടിയോ സംഘടനയോ ഒന്നും എടുത്തു പറയണ്ട. എല്ലാവരും ഈ കുറിൽ ഒരുപോലെ നഗരരാണ്, ഞങ്ങളാണ് മുമ്പന്തിയിൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മത്സരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുമാറാണ് അധാർമികതയുടെ കൂത്തരങ്ങ് ലോകത്ത് ആകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ജീവിതത്തിലെ സ്ഥാനം, ഭൗതിക ജീവിതത്തിലെ മെച്ചം, ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ, ഭൗതിക ജീവിതത്തിലെ താല്പര്യങ്ങൾ, ഇതിനു മാത്രമാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് ആരോടും പറയാതെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതം ഈ ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് അടിച്ചു പൊളിച്ച് ജീവിച്ച് തിന്നു കുടിച്ച് മൃഗങ്ങളെ പോലെ അങ്ങ് കഴിഞ്ഞുകൂടാനുള്ളതല്ല എന്ന് ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഓരോ ചിന്തയ്ക്കും, ഓരോ പ്രവർത്തനത്തിനും, ഓരോ വീക്ഷണഗതിക്കും ഭൗതികമായ പ്രതിഫലനത്തോടൊപ്പം ആത്മീയമായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൽ ആദ്യം മുതൽ ആദം നബിയുടെ ഒരു മകനുണ്ടല്ലോ, സ്വന്തം പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സംഗതി, വിവാഹവുമായി ബന്ധപ്പെട്ട സംഗതി സ്വീകരിക്കാതെ തനിക്ക് സുന്ദരിയാണെന്ന് തോന്നിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയ ചരിത്രം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായതാണ്. അവിടെയും ഭൗതിക താല്പര്യമാണ്, ആസ്വാദനത്തിന്റെ അനുഭൂതിയുടെ, ദുന്യാവിലെ അനുഭൂതിയുടെ ആസ്വാദനത്തിന്റെ ചിന്താഗതിയാണ് അയാൾ അവസാനം നരകത്തിലേക്ക് എത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്ന് മനുഷ്യ ചരിത്രം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീറി വിശകലനം ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഭൗതികമായ ഈ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള സുഖഭോഗങ്ങളെ വാരിപ്പുണർന്നുകൊണ്ട് അനുഭൂതി നുകരാൻ വേണ്ടി ഓടിച്ചാടി നടന്ന ഒരുപാട് ജനതകളുണ്ട്. അതിൽ രാജാക്കന്മാരും മന്ത്രിമാരും നേതാക്കന്മാരും പ്രഭുക്കന്മാരും അതുപോലെ ഏകാധിപതികളും സാമ്രാട്ടുകളുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു. അവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ എവിടെ പോയി മറഞ്ഞു? സായിലു അൻഹുമുൽ മദായിൻ ഐനമൻ കാന ഖബലക്കും. നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഭൗതിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളെക്കുറിച്ച് തർക്കുകയും ചർച്ച ചെയ്യുകയും വാരിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ഇവിടെ നിന്ന് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ദുന്യാവിൽ വേണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്തെ യാതൊരു തരം വിഹിതവും ഉണ്ടായിരിക്കുന്നതില്ല എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ തന്നെ ചിലപ്പോൾ വിരസത തോന്നി. പക്ഷെ അല്ലാഹു തആല വിടുന്നില്ല എന്നുള്ളതാണ്. 1, 2, 3, 4 സ്ഥലത്തില്ല, തിരിച്ചും മറിച്ചും ഖുർആനിൽ ഏറെ സ്ഥലങ്ങളിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം പഠിപ്പിക്കുന്നത് നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയാണ്, നമുക്കിതിനെക്കുറിച്ച് ശരിയായ ബോധമുണ്ടാവാൻ വേണ്ടി. നമ്മുടെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലും വികാരങ്ങളിലും വിചാരങ്ങളിലും ആശയങ്ങളിലും ഭാഷയിലും താല്പര്യങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മുഴച്ചു നിൽക്കേണ്ടത് അനന്തമായ പരലോക ജീവിതത്തിൽ എന്തെങ്കിലും നേടാനുള്ള താല്പര്യമായിരിക്കണം, തൃഷ്ണയായിരിക്കണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ദുന്യാവിലെ ശാന്തിയും സമാധാനവും കൈവരുത്തുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ഏർപ്പാടാണ്. അത് അവഗണിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയാലും ദുന്യാവിൽ ശാന്തിയും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിന് ലോക ചരിത്രം തന്നെ സാക്ഷിയാണ്. വൽ ആസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ചരിത്രം സാക്ഷിയാണ്,
മനുഷ്യൻ നഷ്ടത്തിലാണ് എന്നതിന്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴികെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതം നഷ്ടത്തിലാണ് എന്നത് അവന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹ്രസ്വമായി ഒരു സൂറത്തിലൂടെ നമ്മൾ അറിയിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ആ കാലഘട്ടത്തിൽ ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവർ പറഞ്ഞു പിരിയുന്നതിന് മുമ്പ്, സലാം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് പരസ്പരം ഇത് ഓതിയിരുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അപ്പൊ സത്യത്തിൽ വിശ്വസിക്കുക, അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഈ സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക, അല്ലാത്ത മനുഷ്യരെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കുറെ ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ച് നിസ്കരിച്ച് നോമ്പൊടിച്ച് ദ്വാരന്നൊക്കെ നടക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് സത്യവിശ്വാസികൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഒരു സമൂഹത്തില് സത്യവിശ്വാസികൾ മറ്റുള്ളവർക്ക് മാതൃകയാവാനും അനാവശ്യം കാണുന്നത് തടയാനുമൊക്കെ നിയോഗിക്കപ്പെട്ട മനുഷ്യന്മാരാണ്. അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ മറ്റുള്ളവൻ ചെയ്യുന്ന അനാവശ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്ന ശിക്ഷയ്ക്ക് സത്യവിശ്വാസികളും യഥാർത്ഥത്തിൽ ഇരയാകേണ്ടി വരുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ നാട്ടിൽ വെള്ളമില്ലാതെ വന്നാൽ, വരൾച്ച വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസിയും സത്യനിഷേധിയും ഒക്കെ ആ വരൾച്ച അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. എന്ത് ന്യായം കണ്ടുപിടിച്ചാലും ആകാശത്തുനിന്ന് വെള്ളമിറക്കുന്നത് അല്ലാഹുവാണ്, ഭൂമിയിലെ നനപ്പിക്കുന്നതും കർഷകരെ കുളിർപ്പിക്കുന്നതുമൊക്കെ അല്ലാഹുവാണ്. നമ്മുടെ ശാസ്ത്രവും അതിന്റെ ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും മനുഷ്യന് ആവശ്യമായ മഴ ആവശ്യമായ സ്ഥലത്ത് ആവശ്യമായ സന്ദർഭത്തിൽ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളത് മനുഷ്യചരിത്രം ഒരുപാട് പ്രാവശ്യം തെളിയിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാണ്. കൃത്രിമ മഴ പെയ്ച്ച ചില സ്ഥലങ്ങളിലൊക്കെ മനുഷ്യന് പ്രത്യേകമായ ത്വക്ക് രോഗം അനുഭവപ്പെടുകയും ചില പ്രത്യേക രാസപദാർത്ഥങ്ങളിൽ അന്തരീക്ഷത്തിൽ വിതറിയിട്ട് അവിടെ ഈ ഇതുള്ള കാർമേഘമുള്ള കാറുകൾ മേഘങ്ങളെ ഇങ്ങനെ ഡെൻസിറ്റി കൂട്ടി അത് പെയ്യിപ്പിക്കുന്ന ഒരു പണി പലയിടത്തും ചെയ്യുന്നു. പക്ഷെ അത് പരാജയമാണ്. മാത്രമല്ല, അതിന് ചെലവാക്കുന്ന പണത്തേക്കാൾ വളരെ കുറഞ്ഞ അനുപമേ അതിൽ കിട്ടൂ. പോരാത്തതിന് ഒരുപാട് തരം രോഗങ്ങളും അതുകൊണ്ടുണ്ടാകുമെന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് മഴ വർഷിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കനിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നൂഹ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. മഴ വേണമെങ്കിൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ അവൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് ധാരധാരയായി മഴ പെയ്ച്ചു തരും. അപ്പൊ അവിടെ പരലോകം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിനെ സമീപിക്കാൻ പറ്റുള്ളൂ. ദുന്യാവിൽ തന്നെ തരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ തന്നുകൊള്ളണമെന്നില്ല, വാഗ്ദാനം നൽകുന്നില്ല. പ്രാർത്ഥിച്ചാൽ ഫലം നൽകുമെന്ന് പറഞ്ഞെടുത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യാവില് ചോദിക്കുന്നത് മുഴുവൻ തരുമെന്നൊരു വാഗ്ദാനം നൽകുന്നില്ല എന്നതാണ് മഹാ ആശ്ചര്യകരമായ സംഭവം. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. വളരെ കൃത്യമായി പറയാം, ആരെങ്കിലും ഐഹിക ജീവിതത്തിന്റെ, അതായത് പെട്ടെന്നുള്ള ജീവിതത്തിന്റെ, ഐഹിക ജീവിതത്തിന്റെ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചാൽ നാം അത് അവന് നൽകുന്നതാണ്. ഫീഹ, അതിൽ നിന്ന് മാ നശാഉ, നാം ഉദ്ദേശിക്കുന്നത്, ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്ന ആൾക്ക് ഉദ്ദേശിക്കുന്ന അളവ് നൽകുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ചാണ് ദുന്യാവിൽ എന്തെങ്കിലും ചോദിച്ചാലും ലഭിക്കുന്നത്. ഒരാൾ ആഖിറം വിട്ടിട്ട് ദുന്യാവിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചു കളയാം, എന്നാൽ ദുന്യാവിലെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായമില്ല. കാരണം അല്ലാഹു തആല പറയുന്നു, ദുന്യാവിന് വേണ്ടി അധ്വാനിച്ചാലും അതിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ മാത്രമേ നൽകുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ പിന്നീട് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അതിവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പരലോകത്തെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നില്ല, ഖസ്റദ് ദുനിയ വൽ ആഖിറ, ഇവിടെയും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. പിന്നെ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ, ആ നിന്ദിക്കപ്പെട്ടവനും ആട്ടിയോട്ടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടവനുമായി നരകത്തിലേക്ക് നാം എടുത്തെറിയുകയും ചെയ്യും. അങ്ങനെ ഒരു കൂട്ടര് ലോകത്ത് സ്വാധീനം ചെലുത്തുമ്പോൾ അക്രമവും അനാവശ്യവും അനാചാരവും തോന്യാസവും സ്ത്രീപീഡനവും അതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നതുമൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതിന് ആധുനിക ചരിത്രം തന്നെ സാക്ഷിയാണ്. അതായത് ഇപ്പൊ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്.
വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര ദിനം, നമ്മൾ ഒരുപാട് ദിനമുണ്ട്. തൊഴിലാളി ദിനം, സ്വാതന്ത്ര്യ ദിനം, കുട്ടികളുടെ ദിനം, അധ്യാപക ദിനം. ആ കൂട്ടത്തിൽ നമ്മളൊരു വനിതാ ദിനവും ആചരിക്കുകയാണ്. വനിതകളുടെ ഉന്നമനത്തെക്കുറിച്ചും വനിതകളുടെ സംരക്ഷണത്തെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുകയും ഒരുപാട് നിയമങ്ങൾ പാസാക്കുകയും ചെയ്തു. എന്നിട്ടും ദൈനംദിനം 3 വയസ്സായ കുട്ടിയെ പോലും വെറുതെ വിടാതെ വളരെ ക്രൂരന്മാരായ ആളുകളുള്ള നാടാണ് നമ്മുടെ നാട് എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടാല് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. 3 വയസ്സായ കുട്ടി, നമുക്കറിയാം 3 വയസ്സായ കുട്ടി എന്ത് തരത്തിലുള്ള വളർച്ചയാണ്ടത്. ആ കുട്ടിയെ പോലും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന തരത്തിലേക്ക് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ ആർത്തി തീരാത്ത അനുഭൂതി അനുഭവിക്കാനുള്ള ആർത്തി തീരാത്ത ദ്വര യഥാർത്ഥത്തിൽ അവനെ മൃഗമാക്കിയിരിക്കുന്നു. അല്ല, ബൽഹും അളല്ലു സബീല, മൃഗത്തെക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിയമനിർമ്മാണം കൊണ്ടോ ലോക വനിതാ ദിനം ആചരിച്ചത് കൊണ്ടോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവില്ല. മനുഷ്യന്റെ 2 ഭാഗമാണ് ആണും പെണ്ണും എന്നുള്ളത്. പെണ്ണിനെയും ആണിനെയും ഒക്കെ ഒരുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. രണ്ടിനും 2 ധർമ്മങ്ങളാണ്, 2 രീതിയിലാണ് അവരുടെ ശരീരത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ. അതിനനുസരിച്ച് ചില നടപടിക്രമങ്ങളും അതുപോലെ ചില ചട്ടങ്ങളും ക്രമങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അത് ഓരോരുത്തരും ആണും പെണ്ണും ഒക്കെ അത് പാലിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി ഇറക്കുക, സമാധാനം ഇറക്കുക. അല്ലാത്ത തരത്തിലൊരു ശാന്തിയും സമാധാനവും ഏച്ചു കെട്ടിയിട്ടുണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരുപാട് ലേഖനങ്ങൾ എഴുതാം, ഒരുപാട് പ്രസംഗിക്കാം, നിയമനിർമ്മാണം നടത്താം, അതുപോലെ അക്രമികളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം, ജയിലിലിടാം, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ നാട് കടത്താം. ഇതൊക്കെ ചെയ്താലും മനുഷ്യ മനസ്സിൽ മാറ്റം ഉണ്ടാവാത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെടുകയില്ല, അനാഥകൾ സംരക്ഷിക്കപ്പെടുകയില്ല, കുട്ടികൾ സംരക്ഷിക്കപ്പെടുകയില്ല, അശരണരും ആലംബഹീനരും സംരക്ഷിക്കപ്പെടുകയില്ല. ഈ അശരണരും ആലംബഹീനരും അനാഥരും പെണ്ണുങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ധാർമ്മിക സദാചാര ബോധമുള്ള ഒരു ജനത ഈ സമൂഹത്തിൽ അനിവാര്യമാണ്. അവരിവിടെ നിൽക്കേണ്ടത് പരലോകത്തിന് മാത്രമല്ല ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന, സൂക്ഷിക്കുന്ന, വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്ന ഒരു രക്ഷിതാവ് അവനുണ്ട് എന്നും അവൻ മരിച്ചാല് അവനിതിനെല്ലാം പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയേണ്ടെന്നുള്ള ബോധം ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ അനധികൃതമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു തൃഷ്ണ അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വളരെ ഗൗരവപൂർവ്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മൾ പറയുന്നത്. അതായത് മനുഷ്യരുടെ 2ാം വിഭാഗത്തിൽപ്പെട്ടവളാണ്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ജനങ്ങളിൽ ഒരു വിഭാഗം, നാഥ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും നല്ലത് തരണേ, ആഖിറത്തിലും നല്ലത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായ ആളുകളുണ്ട്. ദുനിയാവിൽ ലഭിച്ചതൊക്കെ ആഖിറത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ, ആ ആളുകളുടെ ഒരു ദുആയും കൂടെ അല്ലാഹു തആല കൂട്ടിയിട്ടുണ്ട്. വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർക്കാണ് അവർ പ്രവർത്തിച്ചതിന്റെ ഓഹരിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അല്ലാഹു സരീഉൽ ഹിസാബ് എന്നൊരു പിൻകുറിയും ആ ആയത്തിൽ ചേർന്നിട്ടുണ്ട്. ഇതിന് 2 തരത്തിലുള്ള അർത്ഥമുണ്ട്. അല്ലാഹു സരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്കത് സാന്ത്വനമാണ്. കാരണം വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ സത്യവിശ്വാസിക്ക് പലപ്പോഴും വേദനയും മടുപ്പും പ്രയാസവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അവനോട് പറയണം അല്ലാഹു സരീഉൽ ഹിസാബ്, ബേജാറാവേണ്ടതില്ല, ഇത് വളരെ വേഗം കഴിഞ്ഞു പോകും. കൃത്യമായി കണക്ക് നോക്കുന്നവൻ അല്ലാഹു നിനക്കതിനുള്ള പ്രയോജനം ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അക്രമിയായ ആളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു താക്കീതാണ്. നീ ചെയ്തു കൂട്ടുന്ന ഈ പണിയുണ്ടല്ലോ, എല്ലാ കാലവും ചെയ്ത് സൂഹിക്കാനൊന്നും നിനക്ക് പറ്റൂല, ഉടനെ തന്നെ നീ പിടിക്കപ്പെടും. വളരെ വേഗം കണക്ക് നോക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. ഈ കാര്യം നിരന്തരമായി മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരും ഈ വിഷയം തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് താക്കീത് നൽകുകയായിരുന്നു, ഇതിനെക്കുറിച്ച് ഉപദേശം നൽകുകയായിരുന്നു. ഇത് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്നു, ഇതിനെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു, ഇതിനെക്കുറിച്ച് താക്കീത് നൽകുന്നു. അതായത് മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. ഇവിടെ പല വലിയ കൊമ്പന്മാരും പലതും കാണിച്ചിട്ടുണ്ട്. പണ്ടൊരു ഗൾഫിൽ പോയ ഒരു കുടുംബത്തെ കബളിപ്പിച്ചിട്ട് ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ ഒരാളിന്റെ കഥ ഒരാൾ പറയുകയുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാൾ തിരിച്ച് നാട്ടിൽ വരികയും അവസാനം രോഗം പിടിച്ച് പുഴുവരിച്ച് മരിച്ചു പോവുകയും ചെയ്ത ഒരു കഥ. അതായത് തൗബ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എന്നുള്ളതാണ്.
അപ്പോ അങ്ങനെ ചില സംഗതികളുണ്ട്. എന്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ചില സംഗതികൾ കഠിനമായ അതിക്രൂരമായ സംഗതികൾ, അതിന് കഠിനമായ ശിക്ഷ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തും. കാരണം അത്തരം മോശമായ മനസ്സുകൾ, ശീലി വെച്ച മനസ്സുകൾ, പിശാച് കുടിയിരിക്കുന്ന മനസ്സുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുക. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ എല്ലാ പ്രവാചകന്മാരും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശക്തമായി ചെയ്തു. എല്ലാ പ്രബോധന പ്രവർത്തകർക്കും, എല്ലാ ഇമാമുമാർക്കും, എല്ലാ ദീനീ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 87-ാമത്തെ സൂറത്തുൽ അലയിലുള്ള 8 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ, അതായത് ഉപദേശം പ്രയോജനം ചെയ്യുമെങ്കിൽ നീ ഉപദേശിച്ചു കൊടുക്കുക, ഉപദേശം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉപദേശം ആർക്കാണ് പ്രയോജനം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ എന്ന് പറയുമ്പോൾ നമ്മളൊരു മലയാളത്തിൽ അത് പറയുമ്പോൾ നമ്മളൊരു ഒരു ചെറിയൊരു സംശയം ഉണ്ടാവും. അതായത് ഉപദേശം പ്രയോജനം ചെയ്യുമെങ്കിൽ ഉപദേശിച്ചാൽ മതി എന്നുള്ള നിലയ്ക്കല്ല അത് പറഞ്ഞത്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവിടെ ശരിക്കും ഒരു ഓർഡറാണ്, അതായത് കൽപ്പനയാണ്. നീ കൗൺസിൽ എന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയാം. അതായത് ഉപദേശിച്ചു കൊടുക്കുക. ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഉപദേശവും താക്കീതും ഭീഷണിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് കൗൺസിലിംഗ്. ആ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുക എന്ന് പറയാം. ഈ കൗൺസിലിംഗ് ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അതായത് അത് സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഉപദേശം പ്രയോജനം ചെയ്യണമെങ്കിൽ തന്നെ സത്യവിശ്വാസം അനിവാര്യമായി ഉണ്ടാവേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ സത്യനിഷേധിക്കുന്ന ആളുകൾക്ക് ഉപദേശം പ്രയോജനം ചെയ്യുകയില്ല. എന്നടുത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ഓർത്തുകൊള്ളുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു സംഗതി പറഞ്ഞു തരുമ്പോ ഖുതുബയിൽ ഇങ്ങനെ വളരെ ഗൗരവപൂർവ്വം ഗൗരവമാണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് കയറി ഒരു ഉൾക്കുടിലം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭയഭക്തി എന്നൊക്കെ പറയുന്നതിൽ എന്തോ ഒരു കാപട്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നു, സയദ്ദക്കറു മൻ യഖ്ഷ. ഉപദേശം നൽകുമ്പോ ആ ഉപദേശത്തിന്റെ അയാൾ എന്താ ആയത്ത് അങ്ങനെ പറഞ്ഞത്, ഖുർആനിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ ആയത്തില്ലേ, വേറെ ഹദീസിൽ വേറെ ഇല്ലേ, വേറെ ന്യായമില്ലേ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന മനസ്സാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽ എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായി അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ഒരാദരം ഉണ്ടാവുകയും ഒരു ബഹുമാനം ഉണ്ടാവുകയും എന്നിട്ട് പടച്ച തമ്പുരാനെ എന്റെ ജീവിതം അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ഒരു അവലോകന മനസ്സുണ്ടാവുകയും ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് സത്യവിശ്വാസം യഥാർത്ഥത്തിൽ ഉള്ളിൽ രൂഢമൂലമായി എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്റിൻ കരീം. അല്ലാഹുവിനെ അദൃശ്യമായി തന്നെ വിശ്വസിച്ച് ഭയക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഫബശ്ശിർഹു, അവർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. മഗ്ഫിറത്താണ്, അല്ലാഹുവിന്റെ പാപമോചനം ഉണ്ടാവും. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് പാപമോചനം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ അജ്റിൻ, വളരെ ഉത്തമമായ ഉന്നതമായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഉപദേശം പ്രയോജനം ചെയ്യണമെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്ന് അത് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരാണ്. എന്തായാലും മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് സാമൂഹിക സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി വെള്ളിയാഴ്ച പള്ളിയിൽ പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവും. ഭാര്യ മോശമായി വിചാരിക്കും, മക്കൾ മോശമാക്കും, അയൽക്കാർ മോശമാക്കും, അതുപോലെ സമൂഹത്തിൽ മോശമാവും. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ വരാം. അപ്പൊ പിന്നെ അവസാനത്തെ ഖുതുബയൊക്കെ അവസാനിച്ച് എന്തായാലും ഇയാള് 1:25 നിർത്തുള്ളൂ, 1:30 1:25 നമസ്കാരം, അപ്പൊ 1:20 അവിടെ എത്തിയാൽ മതി എന്ന് വിചാരിച്ച് സ്ഥിരമായി അങ്ങനെ വരുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത്. ആളുകൾക്ക് ദേഷ്യം പിടിച്ചാലും വേണ്ടില്ല, സ്ഥിരമായി അങ്ങനെ വരുന്ന ആളുകളുമുണ്ട്. കാരണം സാമൂഹ്യ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി നമസ്കരിക്കുകയും നോമ്പുടിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടുക്കല് യാതൊരു പ്രയോജനവും അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുകയില്ല. ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന ആളുകളെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയുള്ളൂ. ഓടണ ഓട്ടത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ ഒന്ന് കയറി കുനിഞ്ഞു വീണ് കളയാം എന്ന് വിചാരിച്ചാൽ സത്യവിശ്വാസം അവരുടെ മനസ്സിന്റെ അടുത്തുകൂടി തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ്. അതിങ്ങനെ നിരന്തരമായി ഇങ്ങനെ മനുഷ്യന്മാർ വന്നുകൊണ്ടേയിരിക്കും. വെള്ളിയാഴ്ച പള്ളിയിൽ ഹാജരാവാൻ പറഞ്ഞാൽ ഇമാം മെമ്പറിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഹാജരായിരിക്കണം എന്നുള്ളതാണ്.
അല്ലാത്തവന് ളുഹർ നിസ്കരിച്ചോട്ടെ, എന്തിന് മറ്റുള്ളവരെയും കൂടെ ഇടങ്ങേറാക്കിയിട്ട് പള്ളിയിലൊന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ഗൗരവമേറിയ വിഷയമാണ്. മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല, മരണവും ജീവിതവും ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവുക. മറിച്ച് മറ്റൊരു വിഭാഗം, അതായത് ഹൃദയശുദ്ധിയോടുകൂടി ജീവിതത്തെ നല്ല നിലയ്ക്ക് സംരക്ഷിച്ച് സംസ്കരിച്ച് വളർത്തുന്ന ആളുകള്, നഫ്സിനെ സംസ്കരിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകള് അവൻ വിജയിച്ചിരിക്കുന്നു. തസ്കിയത്ത് കിട്ടിയ ആളുകള്, സംസ്കരണം ലഭിച്ച ആളുകൾ, അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കുകയും നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ആ സംസ്കാര സമ്പന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം നാം പറഞ്ഞു തരുമ്പോഴും പക്ഷേ നിങ്ങളുടെ കണ്ണ് ഈ ഭൗതിക ലോകത്ത് തന്നെയാണ്, ഭൗതിക ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്റെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന പരലോകമാണ്, പാരത്രിക ജീവിതമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത്. ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഇതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്നെന്നും നിലനിൽക്കുന്നത്. ഈ പറഞ്ഞൊരു സംഗതി പുതിയതായി ഒന്നും പറഞ്ഞതല്ല, പണ്ട് തന്നെയുള്ള മുൻകാല ഏടുകളിൽ നാം കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇബ്രാഹിമിന്റെയും അതുപോലെ മൂസയുടെയും ഒക്കെ ഏടുകളിൽ അവർക്ക് നൽകിയ ദിവ്യബോധനങ്ങളിൽ നാം നൽകിയിട്ടുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നവരെ സംബന്ധിച്ച് മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൊട്ടടുത്ത സൂറത്തിൽ ഇതുപോലെ തന്നെ കുറച്ച് ആയത്തുകൾ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേലൊരു അധികാരവും നിനക്ക് ചെലുത്താൻ സാധ്യമാവില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചാരെയും ഇത് ചെയ്യിക്കാൻ പറ്റില്ല. ഇല്ലാമൻ തവല്ല വകഫർ, പക്ഷേ നിഷേധിച്ചും പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ യുഅദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഏർപ്പെടുത്തും. അത് ആഖിറത്തിലാണെന്ന് പറയുന്നില്ല, ദുന്യാവിലും ആഖിറത്തിലും. ഉപദേശം ഒരു നിഷേധഭാവത്തിൽ തൃണവൽഗണിച്ചു പോകുന്ന ആളുകളെ ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. എന്നിട്ട് ഇന്ന ഇലൈന ഇയാബഹും, പിന്നെ അവർ മടങ്ങി വരുന്നത് എൻ്റെ അടുത്ത് തന്നെയാണ്. ഉമ്മ ഇന്ന അലൈന ഹിസാബഹും, അവരുടെ കണക്ക് നോക്കിയിട്ട് ബാലൻസ് വേണ്ടതെല്ലാം കൊടുക്കേണ്ടതും നാം തന്നെയാണ് എന്ന് ഗൗരവപൂർവ്വമായൊരു താക്കീത്. സൂറത്തുൽ അലയും സൂറത്തുൽ ഗാശിയയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഓതിയിരുന്ന സൂറത്തുകളാണ്, ഇഷ്ടപ്പെട്ട സൂറത്തുകളാണ്. വെള്ളിയാഴ്ചകളും അതുപോലെ പെരുന്നാളിലുമൊക്കെ ഈ സൂറത്ത്, വെള്ളിയാഴ്ച പെരുന്നാൾ വന്ന രണ്ടിലും ഇത് ആവർത്തിച്ചോദ്യം. ഈ രണ്ട് സൂറത്ത് പെരുന്നാൾ നിസ്കാരത്തിലും വെള്ളിയാഴ്ച ഖുതുബയിലും പെരുന്നാളിലും ആവർത്തിച്ചോദിയതായി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനുഷ്യനെ വളരെ ഗൗരവത്തിൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന കുറേ സംഗതികൾ ഈ സൂറത്തിൽ പറയുന്നു. ഈ സൂറത്ത് യഥാർത്ഥത്തിൽ ഒന്ന് പഠിച്ചു നോക്കണം, ഓരോരുത്തരും നാം ഒന്ന് ആഴത്തിലൊന്ന് പഠിച്ചു നോക്കണം. വളരെ ലളിതമായ 87-88 സൂറത്ത്, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന സൂറത്ത്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഇതൊക്കെ നാം പറഞ്ഞു തരുന്നു ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, അതൊരു ഗൗരവപൂർവമായൊരു താക്കീതാണ്. വേറെ സ്ഥലത്ത് ഇന്ന ഹൗലായി തുഹിബ്ബൂനൽ ആജില, ഇതെല്ലാം നാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ജനത
അവരുടെ ഇഷ്ടം ദുന്യാവിലെ ജീവിതമാണ്. വയദറൂന വറാഅഹും യൗമൻ സഖീല, ഗൗരവമുള്ള ഒരു ദിവസത്തിന്റെ കാര്യം അവർ പിന്നിലേക്ക് തള്ളിക്കളയും. ഇനി നോക്കുക, നമ്മുടെ മീഡിയ മുഴുവൻ, അത് ഇലക്ട്രോണിക് മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും, അതിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ സംഗതികൾ, നമ്മുടെ സമൂഹത്തിലെ സംഘടനകളുടെ അജണ്ടകൾ, ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അധിക കൂറും ദുന്യാവിൻ്റെ സംഗതികളുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. ആഖിറത്തിന് അവിടെ വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളൂ. ആഖിറ എന്ന് പറഞ്ഞുകൊണ്ടോ എഴുതി വെച്ചുകൊണ്ടോ അവിടെ ആവില്ല എന്നാണ്. ദുന്യാവിലെ സംഗതികളിൽ തന്നെയാണ് ആഖിറത്തിലെ പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ്. ദുന്യാവിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ആഖിറത്തിൽ. ഇപ്പോൾ ഒരാളെ കണ്ടു, പുഞ്ചിരി സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് പുഞ്ചിരിച്ചു. ഓർമ്മ വരുന്നു, അയാളെ കണ്ടപ്പോൾ അയാളുടെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ മീറ്റിങ്ങിൽ അയാൾ എനിക്കെതിരായ ചില പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് കാണുക, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചിരിക്കണ്ട, കാണാതങ്ങ് പോവാം എന്ന മനസ്സാണ് പിശാച് ആദ്യം പറഞ്ഞുതരാം. അല്ലല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു പുഞ്ചിരി സദഖയാണ്. അത് നോക്കിയിട്ട് ദുന്യാവിലാണ് പുഞ്ചിരിക്കണത്. പുഞ്ചിരിച്ചാൽ ദുന്യാവിലെ സൗഹൃദമായി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ അത് ദുആആയി, മുസാഫത്തായി, ഭയങ്കരമായ കൂലിയുടേതായി. ദുന്യാവിൽ ഒരു സൗഹൃദം, ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ആ സൗഹൃദത്തിലേക്ക് കൊണ്ടുപോകും. പരലോകത്തോ ഉത്തമമായ പ്രതിഫലം. ഒരാളൊരു സംഗതി ചോദിച്ചു, ആവശ്യപ്പെട്ടു, ഒരു ആള്, ഒരു സായല്, ഒരു യാചകൻ വന്നു. നമുക്ക് ചിലപ്പോൾ അനിഷ്ടം തോന്നും. അപ്പോൾ അല്ലാഹു അമ്മ സായില ഫലാച്ചൻ, വന്നിട്ട് നീ തട്ടിക്കളയരുത്. നിനക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ തത്ബഉഹാ അദാ, അല്ലാഹു പറഞ്ഞു. നിന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ മുഖം കറക്കണ്ട, ചിത്തറിയണ്ട, ഒന്നും ചെയ്യണ്ട. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലട്ടോ, നല്ല വാക്ക്. ദുന്യാവില് ശാന്തത. ഒരു ആള് പൈസ ഇട്ടിട്ട് എന്നെ കൊടുക്കാതെ ഒരുത്തനോട് പറയാം, പൈസ ഒന്നുമില്ല, നമുക്ക് വേറെ പണിയൊന്നുമില്ല, പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് പറയണമെങ്കിൽ അവ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കല്ലെടുത്തിട്ട് ഇവൻ്റെ ഗ്ലാസ്സിൽ ഒരു അറ്റേറി കൊടുത്താൽ 10 രൂപ കൊടുക്കും. ഗ്ലാസ്സിലാകുമ്പോൾ 400 രൂപ 500 രൂപ ആയിട്ട് പോകും. ചിലപ്പോൾ 1000 രൂപയുടെ ഗ്ലാസും 10000 രൂപയുടെ ഗ്ലാസ് ഇട്ട് വീടൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ദുന്യാവിലിങ്ങനെ ഓരോ ചെറുതും വലുതുമായ സംഗതികൾ കണക്ട് ചെയ്തിരിക്കുന്നത് പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു. ഇത് അല്ലാഹ്ക്ക് എന്തെങ്കിലും നേടാനോ മെച്ചുണ്ടാക്കാനോ വേണ്ടിയല്ല. നമുക്കൊരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യം തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, വിജ്ഞാനം തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, ബന്ധങ്ങൾ, ഇടപാടുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെതായ ചില ചട്ടക്കൂടുകൾ നിർണയിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനും വളരെ ലളിതമായി ചെയ്ത് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ് വീട് കൂടലും കല്യാണവും ഒക്കെ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് ആളുകളൊന്നും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കുറേ പറയുമ്പോൾ ആളുകൾക്ക് തോന്നുന്നു അങ്ങനെ ഒരുത്തം നടത്തണമെങ്കിൽ അവിടെ പോയി കൂടിക്കൊടുക്കണ്ട, നടത്തുന്നതിൽ മാത്രമല്ല അവിടെ പോയി കൂടിക്കൊടുക്കുന്നതും ശരിയില്ല എന്ന് ഒരാളിന് തോന്നുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുപ്പുണ്ടാവുന്നത്. ഒരുപാട് അലങ്കാരങ്ങളുണ്ട്, ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്. ഇതെല്ലാം മോന്തി കുടിച്ച് ഇഷ്ടം പോലെ ആസ്വദിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അതൊന്നും മനുഷ്യന് ഇവിടെ പൂർത്തിയാക്കാൻ പറ്റൂല. ഇവിടെ ആശ തീർന്ന് മരിച്ചവരാരുമില്ല എന്നുള്ളതാണ്. അവസാന നിമിഷവും ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആശ, ഏതെങ്കിലും ഒരു സംഗതി കൺസ്യൂം ചെയ്ത് ആശ തീർക്കാൻ പറ്റൂല. അതിനെ നിയന്ത്രിച്ചിട്ടേ ആശ തീർക്കാൻ പറ്റുള്ളൂ. ഒരു ആഹാര പദാർത്ഥം അത് നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വാരി തിന്നാൽ പിന്നീട് അത് മേലോട്ടിനെ അടിച്ചു പോകും. അതിനൊരു ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം അങ്ങോട്ട് കയറൂല. കുത്തി കയറ്റിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തെ സംവിധാനം ചെയ്യുന്നത്. ആശ തീരൂല. ദുന്യാവിനെ ആശിക്കുന്നവൻ ആശ തീരൂല എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു അഅറാബിയെ മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. അദ്ദേഹം ഒരു മുശ്രിക്കായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് റസൂലിനെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു സഹാബി, അവിടെ കുറച്ച് ആടുകളുണ്ട്. അപ്പോൾ ആടുകളുടെ പാല് കറന്നുകൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് പാൽ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ആടിന്റെ പാൽ ഇങ്ങനെ ഒരു കപ്പിൽ ഒഴിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അയാൾ കുടിച്ചിട്ട് വീണ്ടും നോക്കിയപ്പോൾ വേണമെന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു ആ സഹാബി, വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹദീസിൽ പറയുന്നത് 7 കപ്പ് പാൽ അയാൾ കുടിച്ചു. രാത്രി കുറച്ച് കഴിഞ്ഞ് റസൂല് വന്നു. രാത്രി റസൂലായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെ അയാൾ എഴുന്നേറ്റപ്പോൾ
ഈ സഹാബി വെച്ചാൽ പാല് വേണമെന്ന്. അവനെ ഒരു ഗ്ലാസ് പാല്, ഒരാടിന്റെ പാല് കറന്ന് കൊടുത്തപ്പോൾ അയാൾ കുടിച്ചു. ഇനി വേണ്ടെന്ന്. അപ്പോ റസൂൽ പറഞ്ഞത്, ഈ നിഷേധികൾ 7 വയറ്റിലാണ് കഴിക്കുക, വിശ്വാസി 1 വയറിലേ കഴിക്കും. കാരണം ഈ പാലല്ല ഇവന് യഥാർത്ഥത്തിൽ വിശപ്പടക്കുന്നതും അനുഭൂതിരും അതല്ല തന്നെയാണ്. മറ്റവൻ ആർത്തി അങ്ങോട്ട് കയറ്റി കൊടുക്കും. അവർ തിന്ന് കൺസ്യൂം ചെയ്താലും തരും. ഒരു തന്നെ ആർഭാടം കാണിക്കുന്നുണ്ട്, അവന്റെ ഹലാക്ക് നശിപ്പിക്കുന്നത് വരെ അവനെ ആർഭാടത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വീതിയിലൂടെ പിശാച് വലിച്ചുകൊണ്ടേയിരിക്കും. ഒരുത്തന് ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിൽ ഭയങ്കരമായ അനുഭൂതിയോടുകൂടി ആശയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, അത് അവസാനിക്കില്ല എന്നുള്ള. അപ്പൊ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമം വേണം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വേണം. എളുപ്പം സാധിക്കുന്ന സംഗതിയല്ല. നമ്മുടെ ഒരുപാട് സ്വഭാവങ്ങള്, രീതികള്, ചിട്ടകള്, ശീലങ്ങള് അത് എളുപ്പം കൊണ്ട് സാധിക്കൊന്നുമില്ല. പറയാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ പകർത്താൻ ലേശം ബുദ്ധിയുണ്ട്. പക്ഷെ ആ ഓരോ നീയത്തിനും ഓരോ സ്റ്റെപ്പിനും അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള കൂലി ഉണ്ടാവും. അത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അതായത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും നമസ്കാരം നിർവഹിച്ചുകൊണ്ട്. നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മ്ലേച്ഛമായ പ്രവൃത്തികളെ തടഞ്ഞു കളയും. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന മ്ലേച്ഛമായ മോശമായ ചിന്താഗതികളെ തടയാൻ കെൽപ്പുള്ള തരത്തിൽ നമസ്കരിക്കണം. നമസ്കാരത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോ അതിന് വെറും ഫർള് നമസ്കാരം കൊണ്ട് പറ്റൂല. അതിന് സുന്നത്ത് നമസ്കാരങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. സുന്നത്ത് കൊണ്ട് മാത്രം മതിയാവാത്തോണ്ട് റസൂലിനോട് നഫില് അധികം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നഫിലും ചെയ്തിട്ടുണ്ട്. ആ നഫിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട തഹജ്ജുദാണ്. പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞാണ്, ഒരു ലേശം അരമണിക്കൂർ ബാങ്ക് വിളിക്കുന്നതിന്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി. ഒരു 3 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9, അല്ലെങ്കിൽ മാക്സിമം 11 വരെ പോകാം. 7 സാധാരണ നിലയിൽ റസൂൽ നിസ്കരിച്ച ഇബ്നു അബ്ബാസ് എന്ന റിപ്പോർട്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ദുനിയാവിൽ ഉള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ് എന്ന് പറഞ്ഞു. ഈ നമസ്കാരത്തിലെ ശ്രദ്ധ കൂടുന്നതനുസരിച്ച് ജീവിതത്തിന്റെ ചിന്താഗതിയിൽ വ്യത്യാസം വരും, സ്വഭാവത്തിൽ വ്യത്യാസം വരും. അല്ലാഹ് ഏറ്റ കാര്യമാണ്. അതാ നേരത്തെ പറയുന്നത് ദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. അതായത് നിസ്കാരം മാത്രമല്ല, അഖിമിസ് സലാത്ത് അല ദിക്രി എന്ന് പറഞ്ഞു, എന്റെ സ്മരണ നിലനിർത്താൻ നമസ്കാരം പറഞ്ഞു. നമസ്കാരത്തിന്റെ അഡീഷണലായ ദിക്റും തൗബയും ഇസ്തിഗ്ഫാറും തഹ്മീദും തഹ്ലീലും അതുപോലെ സലാത്തും തൗബയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ 4 ഇസ്തിഗ്ഫാറും തൗബയും എല്ലാം അതിനകത്തായി. തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും തൗബയും 4 ഉള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100-ലധികം പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിരുന്നു. മനസ്സിനെ അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുക, അങ്ങനെ സ്വയം ശുദ്ധീകരിക്കുക, അല്ലാഹുവിലേക്ക് ചിന്ത നീട്ടുക, ശ്രദ്ധയും നീട്ടുക, വികാരങ്ങൾ അല്ലാഹുവുമായി ഒട്ടിക്കുക. വിചാരങ്ങൾ അവിടെ നിന്ന് തന്നെ വരും, ആഗ്രഹങ്ങൾ അവിടേക്ക് മാറും. അപ്പോ ആവേശവും പ്രവർത്തനവും ആശയവും ഒക്കെ അവിടെ ഉണ്ടാവും. ആശയവുമൊക്കെ അള്ളാഹുമായി ബന്ധപ്പെടുമ്പോ മനുഷ്യന്റെ കണ്ണ് ഭൂമിയിൽ നിന്ന് വിട്ട് സ്വർഗത്തിലേക്ക് നീങ്ങും, അള്ളാഹുവിലേക്ക് നീങ്ങും. അവൻ അള്ളാഹുവിന്റെ അകമ്പടിയോടെ വരുന്ന അള്ളാഹുവിന്റെ സഹായത്തോടെ വരുന്ന മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഭൂമിയിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളാവാനാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്, പഠിപ്പിച്ചെന്നത്. അങ്ങനെയാകുന്ന ഉത്തമ സത്യവിശ്വാസികളാകുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിവയാക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ.
അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ ജീവിതം എപ്പോഴും നിന്നെ ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റണേ തമ്പുരാനെ. ഇസ്ലാം യഥാവിധം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മാതൃകയാവാനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി മരിച്ച് ശാന്തമായി നിന്റെ അടുക്കെത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.